പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വചനം. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ കൃപയ്ക്ക് പാത്രീഭൂതിയായി പരിശുദ്ധ അമ്മ എന്നതിന് തെളിവാണ് മംഗളവാർത്തയുമായി ദൈവദൂതൻ പരിശുദ്ധ അമ്മയെ സന്ദർശിക്കുന്നു. തുടർന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോട് കൂടെ എന്ന അഭിവാദന സ്വരവും. യഥാർത്ഥത്തിൽ ഈ സ്വരം പിതാവായ ദൈവത്തിൻ്റെതാണ്. പുരുഷനെ അറിയാത്ത താൻ പരിശുദ്ധാത്മ ശക്തിയാൽ അത്യുന്നതന്റെ പുത്രന് ജന്മം നൽകുമെന്ന ദൂത് കിട്ടിയപ്പോൾ വിശ്വാസത്തിന്റെ കരുത്തോടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ഉറപ്പോടെ പരിശുദ്ധ അമ്മ മറുപടി നൽകി, ഇതാ കർത്താവിന്റെ ദാസി. ദൈവഹിതം പലപ്പോഴും നമ്മുടെ മുൻപിൽ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലല്ലല്ലോ. നാം അതിനോട് ആമേൻ പറയുമ്പോഴാണ് നമുക്ക് ദൈവിക സന്തോഷം അനുഭവിക്കുവാൻ കഴിയുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ഒരൊറ്റ വാചകം കൊണ്ടാണ് അമ്മ ഈ സ്ഥാനം പിടിച്ചു പറ്റിയത്. ഇതാ കർത്താവിന്റെ ദാസി. ജീവിതത്തിൽ നമുക്കും പറ്റാത്ത ഒരു കാര്യമാണിത്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ധ്യാന വിഷയം ഇതാ കർത്താവിന്റെ ദാസി എന്നതാവട്ടെ. ഈ വാചകത്തിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു വിവാഹ നിശ്ചയം ചെയ്ത ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങളെല്ലാം കരുതിക്കൂട്ടി ഇരുന്ന അമ്മയുടെ മുമ്പിലേക്ക് ദൂതൻ വന്ന് പറഞ്ഞത്, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാവും, നിനക്കൊരു പുത്രൻ ജനിക്കും. ഈ നിമിഷം പരിശുദ്ധ അമ്മ തൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും നോക്കാതെ ദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. സ്നേഹമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ തകർന്നു പോകുമ്പോൾ, ആഗ്രഹങ്ങൾ നിറവേറാതെ ജീവിതത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇളിച്ചു കാണിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ പറയാൻ നമുക്കും പറ്റണം, ഇതാ കർത്താവിന്റെ ദാസി എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി. പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെല്ലാം വ്യത്യസ്തമാക്കിയത് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരിക്കൽ ഉറക്കെ പറഞ്ഞ ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ വാക്ക് പിന്നീട് ജീവിതത്തിന്റെ അന്ത്യം വരെ നിശബ്ദതയിൽ ആവർത്തിച്ചു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശ്രമിക്കാം, പരിശീലിക്കാം. ദൈവപിതാവിന്റെ ആ സ്വരം തിരിച്ചറിയുവാനും അതിന് വിധേയപ്പെടുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവ തിരുമനസ്സിന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാനുള്ള വലിയൊരു ബോധ്യം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.